കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ഇപ്പം എലക്ഷൻ്റെ സമയമാണ്. ശരിയാണ്, ഈ സമയമാണ് നമ്മൾ വളരെ ബുദ്ധിപൂർവം ഉപയോഗിക്കേണ്ടത്. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ നന്നായി അഭിവൃദ്ധിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന അങ്ങനെയുള്ള നേതാക്കന്മാരെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ജാതിയും മതവും രാഷ്ട്രീയവും അത് ഒരിക്കലും ഒരു തടസ്സമാകരുത്. ഇങ്ങനെയുള്ള ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. ജാതിയും മതവും രാഷ്ട്രീയവും അല്ല വലുത്, പിന്നെന്താണ്? നമ്മുടെ നാട് ഭരിക്കാൻ, നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള, അതിന് 3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത് എഡ്യൂക്കേഷൻ. അതെ, നമ്മുടെ നേതാക്കന്മാർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമല്ലേ? ഇപ്പോൾ ഓരോ കുട്ടികളും ഓരോരുത്തരും അവരവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്താനും എത്തിപ്പിടിക്കാനും പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ നാടും കുതിച്ചുയരുവാണ്. സയൻറ്റിഫിക്കലിയും ഇലക്ട്രോണിക്കലി എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടും സയൻസ് പരമായിട്ടും നമ്മുടെ നാട് കുതിച്ചുയരുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സമയവും പടിപടിയായിട്ട് ഉയർന്നുയർന്നു വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് അതേപ്പറ്റി അറിവുള്ള ആൾക്കാർ വേണ്ടേ നമ്മുടെ നേതാക്കന്മാരായിട്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല പ്രയാസങ്ങളുണ്ട്. ജോലി സംബന്ധമായ ബേസിക് നീഡ്സിൻ്റെ അങ്ങനെ പല പ്രയാസങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിവുള്ള, അതുപോലെ നമുക്ക് വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ, ഇങ്ങനെ ഓരോ തുറയിലും നല്ല അറിവുള്ള നേതാക്കന്മാരെയല്ലേ നമ്മൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും, നമ്മൾ പഠിച്ചു വരുന്ന നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ജോലി വേണ്ട. അവർ ഓരോരുത്തരുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ച് ജോലി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള അവസരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരെയല്ലേ നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് എഡ്യൂക്കേഷൻ്റെ എങ്കിലും ആവശ്യമില്ലേ അല്ലേ? അപ്പോൾ നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം ആണ് ഏജ്. നമ്മൾ നോർത്ത് എൻ്റെ അറിവിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് കയറണമെങ്കിൽ 18 വയസ്സിൻ്റെ മുകളിൽ, അതോടൊപ്പം 35 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 35-36, ഞാൻ നേഴ്സുമാരുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും. എന്നാലും 35-36 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ് സെക്ടറിലും ജോലിക്ക് പ്രവേശനം കിട്ടത്തില്ല. അതുപോലെ തന്നെ 55 വയസ്സാകുമ്പം നമ്മൾ റിട്ടയർമെൻ്റ് ആകും. ഇത് എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ബാധകമല്ല? അതെ, ബേസിക് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഏജ്. അതെന്താ, രാഷ്ട്രീയക്കാരുടെ ഏജിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഒരു 60, 55, 60, 65 ആയിക്കോട്ടെ. ഇത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ സ്ലോ ഡൗൺ ആകും. നമുക്ക് മെമ്മറി ഇഷ്യൂസ് വരും, ഫോർഗെറ്റ്ഫുൾനെസ് വരും അല്ലേ? ശരിയല്ലേ? അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ബ്രെയിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? അവർക്ക് ഈ ഓർമ്മക്കുറവും ഡിമെൻഷ്യയും അൽസൈമേഴ്സും ഒന്നും ബാധകമല്ലേ? അതോ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബ്രെയിൻ ഫോഗും ഡിമെൻഷ്യയൊക്കെ വരത്തുള്ളൂ? അപ്പോൾ ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു രാജ്യസഭാ അംഗത്തിന് പ്രൈം മിനിസ്റ്റർ ആകാം. അതുപോലെ തന്നെ രാജ്യസഭാ അംഗത്തിനോ ലോകസഭാ അംഗത്തിനോ പ്രൈം മിനിസ്റ്റർ ആകാം. അത് 25 ഇയേഴ്സ് എബവ് ആണ്. പക്ഷേ അതാണ് മിനിമം. 25 ഇയേഴ്സിൽ നമുക്ക് പ്രൈം മിനിസ്റ്റർ ആകാം. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ, 25 വയസ്സുള്ള ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആകാമെന്ന്. പക്ഷേ അതിന് കഴിഞ്ഞ് പിന്നെ ഒരു ഏജ് എത്ര വയസ്സ് വരെ ചെയ്യാം എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല.
അതുപോലെ തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ ആകണമെങ്കിൽ പ്രസിഡൻ്റ് ആകണമെങ്കിലും ലോകസഭാ മെമ്പറായിരിക്കണം. അതിനും 35 ഇയേഴ്സ് എബവ്, ഒരു 35 വയസ്സിൽ മെച്ചറാകും എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനും ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ വരേണ്ടത് ആവശ്യമില്ലേ? പിന്നെ മൂന്നാമതായിട്ട് പാരമ്പര്യം. ശരിയാണ്, പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രം നമ്മളൊരു നേതാവിനെയും തിരഞ്ഞെടുക്കരുത്. പക്ഷേ ഡോക്ടറുടെ മകൻ ഡോക്ടറാകാം, നേഴ്സിൻ്റെ മകളോ നേഴ്സോ ആകാം, എൻജിനീയറുടെ മക്കൾ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാ തുറയിലും നമ്മൾ കാണും ഒരു പാരമ്പര്യവും. ഒരുപക്ഷെ അവരുടെ രക്തത്തിൽ ഈ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം. ഒരു ഡോക്ടറിൻ്റെ മകന് ഡോക്ടറാകാനുള്ളൊരു ജീൻ അവനിൽ ഉണ്ടായിരിക്കാം, ഒരു മന്ത്രിയുടെ മകന് മന്ത്രിയാകാനുള്ള ജീൻ ഉണ്ടായിരിക്കാം. പക്ഷെ അതുള്ളത് കൊണ്ട് മാത്രമല്ല അവന് ബാക്കി ഗുണങ്ങളും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല ചെറുപ്പക്കാരും അങ്ങനെയുള്ളവരാണെങ്കിൽ പാരമ്പര്യമുണ്ടോ എന്നുള്ള പേരിൽ നമ്മൾ ആരെയും തള്ളിക്കളയരുത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരെ നമ്മുടെ നാടിനായിട്ട് തിരഞ്ഞെടുക്കുക. നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അതെ, നമ്മുടെ നാളെ ഇന്നത്തെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഓരോ നേതാക്കളുമാണ് നമ്മുടെ ഭാവി, നമ്മുടെ നാടിൻ്റെ ഭാവി അവരുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടിരിക്കാൻ നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.